ഇത് നമ്മൾ 2 വർഷം മുമ്പേ കെട്ടിത്തൂക്കിയിരുന്ന നമ്മുടെ ഒരു തേനീച്ചക്കൂടാണേ. നമുക്കിന്ന് ഇതൊന്ന് തുറന്ന് നോക്കാൻ വല്ലതും ഉണ്ടോയെന്നറിയാം. ഞാനിതെല്ലാം തൊഴുത്തിൻ്റെ പൊക്കത്തിലാണ് കെട്ടിത്തൂക്കിയിരുന്നത്. അവിടെ ഞാൻ എടുത്തോണ്ട് പോകുന്നതാണ്. ഇതുണ്ടോ, നല്ല ഭദ്രമായിട്ട് കെട്ടി വെച്ചിരുന്ന കാര്യം പറഞ്ഞ. എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇത് തുറന്ന് നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നാണോ നീ പറയുന്നത്? അതൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? എന്നാ പറയുന്നത്? ഞാൻ പറയുന്നു കുറച്ച് എന്തെങ്കിലും കാണുമെന്ന്. നീ എന്നാ പറയുന്നേ? ഒന്നും ഇല്ലെന്ന് നീ പറയുന്നു, കുറച്ചെന്തെങ്കിലും. ആ തുണി പൊക്കിക്കേ. ഇത് ചുക്കിലി വലയൊക്കെ അല്ല, ചുക്കിലി അല്ലേ, ഏതാണ്ട് അത് കണ്ടോ, ആ കൈ വെച്ചേക്കുന്നോർത്ത്. ഇത് പഴുതാര. അയ്യോ അമ്മേ, ഇത് താഴെ. അയ്യോ, അതെന്തിയാ പോയോ? അതിന്റെ ഒക്കത്തിലാ കൈ വെച്ചിരുന്നത്. ഏ പോയോ? പോയി, താഴോട്ട് പോയി. അത് അമ്മേ വേറെ ഉണ്ട്. ഇത് തൊട്ടാരത്തൊട്ടി എന്ന് പറയും. പഴുതാര അല്ലേ? അല്ല, പോയോ? രണ്ടും പോയോ? താഴോട്ട് പോയി കാണും. ഓ, ഇന്റെ തീച്ച കൊണ്ട് തേനുമാണ്. നമുക്ക് ഇത്രയും തേനുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നോക്കി, തേനും ഉണ്ട്, പിന്നെന്താ, മുട്ടയുണ്ട്. ഇത് മുട്ടയാണോ? മഞ്ഞ കളർ തന്നെ മുട്ടയാണോ? ഇതിനകത്ത് മുട്ട എന്നാ തേനാന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഇത് വേറൊരു കലം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കലത്തിലോട്ട് നമുക്കിതൊന്ന് വെച്ചു കൊടുക്കണം. കുറച്ചെടുത്തിട്ട് നമുക്കേ ബാക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഇതെങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് കുറച്ചെടുത്ത് നോക്കാനാണേലും. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന തേങ്ങ കേട്ടോ. ആളിലാണോ? ടേസ്റ്റ് ചെയ്ത് നോക്കി. അയ്യോ, അതെ, ഒഴി പോവുക. ഒരു തേനീച്ചയുടെ കവ. നല്ല മധുരം ഉണ്ട് കേട്ടോ. നമ്മുടെ അതിപ്പോൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് 2 വർഷമായല്ലേ മാളു? കഴിഞ്ഞ മാർച്ച് വെച്ചല്ലേ? നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ട് അതിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു പാത്രം എടുത്തുണ്ടോ, സ്പൂണും. അപ്പം നമ്മൾ തേന് കുറേശ്ശായിട്ട് എടുക്കാൻ പോവാണേ. അമ്മേ, ഇത് വിട്ടു പോകുന്നില്ലല്ലോ. ഇതാണ് ശുദ്ധമായ ചെറുവേ. നമുക്ക് തേൻ കിട്ടുമെന്നൊന്നും വിചാരിച്ചതല്ലായിരുന്നു, ചുമ്മാ നമ്മൾ വെച്ച് നോക്കിയതാ, ഒരു കെണി ഉണ്ടാക്കി. ഇതിപ്പം ഈ തേൻ വേറൊരു ഭിത്തിയുടെ അകത്ത് വേറൊരു സ്ഥലത്തായിരുന്നു ഈ തേനീച്ച കൂടുണ്ടാക്കിയത്. അതിനകത്തേക്ക് നമ്മളൊരു ട്യൂബ് ഇട്ട് കൊടുത്തേച്ച് അവിടെ അടച്ച് ട്യൂബ് ഇട്ട് കൊടുത്ത് നമ്മൾ കലം അത് സെറ്റ് ചെയ്ത് കലത്തിനകത്തോട്ടാക്കി അതിൻ്റെ എൻട്രൻസ്.
അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്. ഇപ്പം 2 വർഷമായി നമ്മളിത് വെച്ചിട്ട്. അപ്പം നമുക്ക് കുറച്ച് തേൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. നീ ഇങ്ങോട്ട് അടുത്ത് തന്നോ, അത് കുത്തൊന്നുമില്ല. തേനീച്ച കടിക്കും. കണ്ടോ തേൻ? ഇതുവരെ എന്നെ തേനീച്ച കടിച്ചില്ല, ചിലപ്പോ കടിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും എന്നെ കുത്തിയിട്ടേ എന്നെ കുത്തുള്ളൂ, അത് ഉറപ്പാ. ഞാനല്ലേ ഇത് എടുത്തോണ്ട് പോകുന്നു. മീൻകുട്ടി എന്നും ചോദിക്കുമായിരുന്നു തേനുണ്ടോ തേനുണ്ടോ എന്ന്. നമുക്കിതേ ഇങ്ങനെ അങ്ങോട്ട് ഊറ്റി ഒഴിക്കാം. ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഈ തേനെല്ലാം വടിച്ചെടുക്കുന്നത്. ചട്ടിക്കകത്തുനിന്ന് കിട്ടിയ തേൻ മൊത്തം സ്പൂൺ ഉപയോഗിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നല്ല വെയിലിനകത്ത് വെച്ചിരുന്നു. അപ്പോഴെല്ലാം നന്നായിട്ട് ഉരുക്കി കിട്ടി. നല്ല ചൂടുള്ള തേനാണേ. പിന്നെ അത് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുത്താൽ തേൻ മുഴുവനും നമുക്ക് കിട്ടും. തീരെ കുറച്ച് തേൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കി മുഴുവനും അതിൻ്റെ പൂമ്പൊടിയായിരുന്നു. ഞാൻ കരുതി ഇതിനകത്ത് നിറച്ച് മുട്ടയും പിന്നെ തേനീച്ചകളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരിക്കുമെന്നാ, അങ്ങനെയാ കരുതിയത്. പക്ഷെ ഇത് തുറന്നു നോക്കിയപ്പോഴല്ലേ കുറച്ച് തേനും ഉണ്ട് പൂമ്പൊടിയും ഉണ്ട്. ഇനി ഈ പൂമ്പൊടിയും പിന്നെ കുറച്ച് തേനും ഈച്ചകളെയും കൂടെ നല്ല ഭദ്രമായിട്ട് ഇതിനകത്ത് തന്നെ പൊതിഞ്ഞ് കെട്ടി തിരിച്ചു വെക്കണം. ഒരു കലത്തിൽ കൂടെ ഇത് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇതിനകത്ത് ഒരൊറ്റ മുട്ട പോലും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മണ്ടിയായി. നല്ല തിളച്ചവിടെ ഇരിക്കുന്നത്, ഭയങ്കര ചൂടാ ഈ തേന്, തിളച്ച ചൂടുണ്ട്. ഇനി ഇത് നല്ലൊരു കുപ്പിക്കകത്തേക്ക് എടുത്തു വെക്കണം. എത്ര നാൾ വേണേലും കേടുകൂടാതെ നമ്മുടെ ഈ ചെറുതേൻ ഇരുന്നോളും കേട്ടോ. പൂമ്പൊടി ഉണ്ടായിരുന്നോ? പുട്ടുപോലെ പൊട്ടിച്ചത്.
പുട്ട് പോലെ കുറ്റിക്കകത്ത് പുട്ടുണ്ടാക്കി വെച്ചേക്കുന്നല്ല ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മഞ്ഞ കളർ ആ പൂമ്പൊടിയുടെ ഇത് കണ്ടോ, ഇത് കണ്ടോ, പുട്ട് പൊടി പോലെ. ഇവിടെ ഒന്ന് പിടിച്ചേടി കുപ്പിയുടെ അടി പിടിച്ചേ, മുറുക്കി പിടിച്ചാണ്, വലിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.